വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മക്രോണിയാണ് കേട്ടോ. മക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. നമുക്ക് ആദ്യം തന്നെ മക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക കേട്ടോ. നിങ്ങൾ മക്രോണി എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. ഞാനിവിടെ ഒരു 3 ഗ്ലാസോളം വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മക്രോണി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മക്രോണിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നല്ല തണുത്തിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം അല്ലാതെ നോർമൽ വാട്ടർ എടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം വാർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ചിട്ട് നമ്മളിതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് സവാള കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത് എന്നിവയാണ് എടുക്കുന്നത്. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇനി നമ്മളിതിലേക്കുള്ള മസാലകളൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയും മസാലകളാണ് എടുത്തിട്ടുള്ളത്. ഇനി മസാലകളെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പം മസാലകളുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളി സ്മെല്ല് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസും ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി ഇട്ട് കൊടുക്കുകയാണ്. മക്രോണി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചിക്കനും കൂടെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ. അപ്പോൾ നമ്മളിതാ എഗ്ഗാണ് ചേർക്കുന്നത്. മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചിക്കനും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ.